കരൂർ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് രാജ്യം. നടൻ വിജയ് അധ്യക്ഷനായ ടി.വി.കെ പാർട്ടിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ പോയ 40ഓളം പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പോലീസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ദുരന്തം നടന്ന ശേഷം ഉടൻ തന്നെ വിജയ് കരൂർ വിട്ട് ചെന്നൈയിലെ വസതിയിലേക്ക് മടങ്ങിയിരുന്നു. അന്ന് അങ്ങനെ ഒരു പ്രവൃത്തി വിജയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിമർശനത്തിന് കാരണമായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതിനു ശേഷം ദുഃഖം രേഖപ്പെടുത്തി പോസ്റ്റും പങ്കുവച്ചിരുന്നു. കരൂർ ദുരന്തത്തിന് ശേഷം ഇപ്പോഴിതാ വീഡിയോ സന്ദേശത്തിലൂടെ ആദ്യ പ്രതികരണം നടത്തിയിരിക്കുകയാണ് വിജയ്. വലിയൊരു ഹൃദയവേദനയാണ് താൻ അനുഭവിക്കുന്നതെന്നും നടൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രത്തോളം വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടില്ല. മനസ്സ് നിറയെ വേദനയാണ്. വേദന മാത്രമേ ഉള്ളൂ. ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തിൽ ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. അതിനാലാണ് റാലി നടന്ന സമയങ്ങളിൽ മറ്റെന്തിനേക്കാൾ ജനങ്ങളുടെ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യരുത് എന്ന് എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിരുന്നത്. അതിനാലാണ് ജനങ്ങൾ വന്ന് ഒത്തുകൂടാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി പെർമിഷൻ ചോദിച്ചത്. നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. ഞാനും മനുഷ്യനല്ലേ. അവിടെ അത്രയും പേർ ദുരന്തത്തിൽ പെട്ടിരിക്കുമ്പോൾ കരൂർ വിട്ട് ഞാൻ പോയതല്ല. തിരിച്ച് അവിടേക്ക് വീണ്ടും ഞാൻ ചെന്നാൽ വേറെ അനിഷ്ട സംഭവങ്ങൾ നടക്കരുത് എന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്നും വിട്ടുനിന്നത്. ആശുപത്രി ചികിത്സയിൽ കഴിയുന്നവരെല്ലാം എത്രയും വേഗം സുഖം പ്രാപിക്കണം എന്നതാണ് എന്റെ പ്രാർത്ഥന. എല്ലാവരെയും ഞാൻ വൈകാതെ പോയി കാണും. ഞങ്ങളുടെ വേദനയും അവസ്ഥയും മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇതിനു മുൻപ് 5 സ്ഥലങ്ങളിൽ ഞാൻ പ്രചാരണത്തിന് പോയിരുന്നു. അവിടെയൊന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് കരൂരിൽ മാത്രം ഇങ്ങനെയൊരു പ്രശ്നം നടന്നത്? ജനങ്ങൾക്ക് എല്ലാ സത്യവും അറിയാം. അവർ എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കരൂരിൽ അന്നു വന്ന ജനങ്ങൾ അവിടെ നടന്ന സംഭവങ്ങളിൽ സത്യാവസ്ഥകൾ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടപ്പോൾ ദൈവം നേരിട്ട് വന്ന് സത്യം വിളിച്ചു പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വൈകാതെ എല്ലാ സത്യവും പുറത്തു വരും. എന്റെ പാർട്ടി പ്രവർത്തകർക്കെതിരെ FIR ഫയൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ സർ, അവരെ ഒന്നും ചെയ്യരുത്. പ്രതികാരം ചെയ്യണമെങ്കിൽ എന്നോട് ചെയ്യുക. ഞാൻ എന്റെ വീട്ടിലോ ഓഫീസിലോ ഉണ്ടാകും. എന്റെ രാഷ്ട്രീയ യാത്ര കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യും എന്നായിരുന്നു വിജയുടെ പ്രതികരണം. നടന്റെ വീഡിയോ വൈറലായതോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ചിലർ നടനെ വിമർശിച്ചും രംഗത്തെത്തി. കരൂർ ദുരന്തത്തിന് കാരണക്കാരൻ വിജയ് മാത്രമല്ല, ഭരിക്കുന്ന പാർട്ടി കൂടിയാണെന്നും ഏറെയും പ്രതികരണങ്ങൾ വന്നിരുന്നു. സത്യം പുറത്തു വരട്ടെ. ചെറിയ നാൾ കൊണ്ട് തമിഴ്നാട്ടിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ ടി.വി.കെ പാർട്ടിക്കായി എങ്കിൽ അതിനെ സ്റ്റാലിനും ടീമും ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വിജയ് ഈ ദുഷിച്ച രാഷ്ട്രീയ കളികളെ ഭയന്ന് പിന്മാറരുത്. കരൂരിൽ പ്രദേശവാസികൾ അല്ലാത്ത ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയുന്നു. സ്റ്റാലിന്റെ പൊട്ടിക്കരച്ചിലും എല്ലാം കൂടി കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് മണക്കുന്നു. സത്യം പുറത്തു വരട്ടെ എന്നാണ് വിജയ് പിന്തുണച്ചെത്തിയവർ കുറിച്ചത്.